അലൈക്കും. എന്തൊക്കെയാണ് വിശേഷം? എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു. പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം കേട്ടോ. ഇന്നത്തെ വീഡിയോ വന്നിട്ട് ടൈം ലൈഫാണ്. നനച്ചുളിയും കാര്യങ്ങളൊക്കെ തുടങ്ങണം. അതിന് മുന്നേ ആയിട്ട് നമുക്ക് കുറച്ച് പത്തിരി പൊടിക്ക് ഒന്ന് റെഡിയാക്കി എടുക്കണം. അതേപോലെ അതൊക്കെ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണാം. അപ്പോൾ അത് ഏകദേശം ഒരു 6 മണിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. ഞാൻ കിച്ചണിലോട്ട് വരുമ്പം കുറച്ച് വർക്കും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതൊന്ന് കംപ്ലീറ്റ് ആക്കിയതിന് ശേഷമാണ് കേട്ടോ കിച്ചണിലോട്ട് വന്നത്. അങ്ങനെ ചായക്കുള്ള വെള്ളം ആദ്യം തന്നെ വെച്ച് കൊടുത്തു കേട്ടോ. അത് കഴിഞ്ഞതിന് ശേഷം ഇതാ വെറുതെ മുറ്റത്തേക്ക് ഒന്ന് ജസ്റ്റ് വെറുതെ ഇങ്ങനെ നോക്കി നിൽക്കുക കേട്ടോ. അങ്ങനെ അത് കഴിഞ്ഞതിന് ശേഷമാണ് ബാക്കി പരിപാടിയൊക്കെ നോക്കുന്നത്. അപ്പോൾ കുറച്ച് നേരം നിന്നപ്പോൾ എനിക്ക് തോന്നി വേഗം മുറ്റം അങ്ങോട്ട് അടിച്ച് വരാമെന്നുള്ളത്. അങ്ങനെ എന്താ മുറ്റടിച്ച് വരാൻ വേണ്ടിയിട്ട് ഇറങ്ങിയതാണ് കേട്ടോ. തന്നെ നിങ്ങൾ ഈ വീഡിയോക്ക് ലൈക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് മറക്കരുത് കേട്ടോ. ലൈക്കും കാര്യങ്ങളൊക്കെ ഉണ്ടാകുമ്പോഴേ നമ്മളെ വീഡിയോ റീച്ചായി പോവുള്ളൂ. അപ്പോൾ നിങ്ങളുടെ സപ്പോർട്ട് എന്തായാലും വേണം കേട്ടോ. അങ്ങനെ അടിച്ചാരലും കാര്യങ്ങളൊക്കെ കഴിഞ്ഞപ്പോഴേക്കും ഇതാ ചായക്കുള്ള വെള്ളം തെളിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അതിലേക്ക് ഇതാ പൊടിയൊക്കെ ഇട്ട് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഒന്ന് ഫ്ലെയിം ഓഫ് ആക്കിയിട്ട് നേരെ ഇതാ കറി ഒന്ന് ചൂടാക്കണം കേട്ടോ. അപ്പോൾ തലേന്ന് കുറച്ച് ബീഫിൻ്റെ എല്ലൊക്കെ ഇട്ടിട്ടുള്ള ഒരു കറി വെച്ചിട്ടുണ്ടായിരുന്നേ. അപ്പോൾ അതൊന്ന് ചൂടാക്കി എടുക്കുകയാണ് കേട്ടോ. അത് ഒന്ന് തിളപ്പിച്ചെടുത്ത് കഴിഞ്ഞാൽ പിന്നെ ഞാൻ വേഗം ഇതാ കുക്കറിലാണ് കേട്ടോ ഇന്ന് പത്തിരിപ്പൊടി ഒന്ന് വാട്ടിയെടുത്തിട്ടുള്ളത്. ഇപ്പം നല്ല പോലെ തന്നെ വാട്ടിയെടുത്തിട്ടുണ്ട്. ഇനി ചൂടാറാൻ വേണ്ടിയിട്ട് ഒരു തട്ടിലേക്ക് ആക്കി കൊടുക്കുകയാണ്. ചൂടോട് കൂടിയിട്ട് പത്തിരി കുഴച്ചെടുക്കുമ്പോഴാണ് കേട്ടോ നല്ല സോഫ്റ്റായിട്ട് കുഴക്കാനും കഴിയുള്ളൂ. ചൂടൊക്കെ ഒന്ന് മാറിയിട്ട് കൈ പൊള്ളാത്ത രീതിയിൽ ചൂടുണ്ടെന്നുണ്ടെങ്കിൽ ജസ്റ്റ് തൊട്ട് നോക്കുമ്പോൾ ചൂടുണ്ടെന്നുണ്ടെങ്കിൽ ആ ഒരു രീതിയിൽ കുഴച്ചെടുക്കുന്നതാണ് കേട്ടോ നല്ലത്. ഇപ്പം നല്ല ചൂടുണ്ട്, കൈ പൊള്ളുന്നുണ്ട്. അതുകൊണ്ട് പിന്നെ ഞാൻ കുറച്ച് കഴിഞ്ഞിട്ട് കുഴക്കാമെന്ന് വിചാരിച്ചിട്ട് ഒന്ന് ചൂടാറാൻ വേണ്ടിയിട്ട് മാറ്റി വെച്ചു കേട്ടോ. അത് കഴിഞ്ഞതിന് ശേഷമാണ് ഞാൻ ഒന്ന് തണുത്തതിന് ശേഷം കുറച്ച് വെള്ളം ആക്കിയിട്ട് കേട്ടോ. അത് നമ്മൾ പൊടി എടുക്കുന്നതിനനുസരിച്ച് വെള്ളം കുറവാണെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് വെള്ളമൊക്കെ ഒന്ന് ആക്കിയിട്ട് അങ്ങനെ കുഴച്ചെടുക്കുകയാണ് കേട്ടോ. പിന്നെ എന്താ ഓരോ ബോൾസ് ആക്കിയിട്ട് എടുക്കുന്നുണ്ട്. ഇനി ഇതൊന്ന് പരത്തിയെടുക്കണം കേട്ടോ. അപ്പോൾ പത്തിരി പ്രസ് ഉണ്ടായതുകൊണ്ട് തന്നെ ഈസി ആയിട്ട് നമുക്ക് അങ്ങോട്ട് പരത്തലും ചുടലും ഒക്കെ ഒരുമിച്ചാണ് കേട്ടോ. അങ്ങനെ ഇതാ പരത്തുന്നതിന് മുന്നേ ആയിട്ടാണ് ഞാൻ പത്തിരി കല്ലും കാര്യങ്ങളൊക്കെ വെച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു ചൂടാവാൻ വേണ്ടിയിട്ട്. അതൊന്ന് ചൂടായി വരുന്ന ടൈമിൽ ഇതാ ഓരോ പത്തിരിയായിട്ട് ഒന്ന് വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ഇത് ഒരു ഭാഗം പെട്ടെന്ന് തന്നെ ഒന്ന് മറിച്ചിട്ട് കൊടുക്കുക. അപ്പോഴേക്കും ഇതുപോലെ എന്താ പറയുക ഇങ്ങനെ പൊന്തി വരും കേട്ടോ. അപ്പോഴേക്കും മറിച്ചിട്ടാൽ മതി. തീ കുറച്ച് കൂടുതലായിട്ടാണ് കേട്ടോ ഈ ഒരു കളറിൽ കാണുന്നത്. അങ്ങനെ ഇതാ പത്തിരി എടുത്തതും ഓരോന്നായിട്ട് ഓരോ തരായിട്ട് ചുട്ടെടുക്കുകയാണ് കേട്ടോ. അതിൻ്റെ ഇടയിലാണ് ഇഷ്യൂ എണീറ്റ് വന്നിട്ടുണ്ടായിരുന്നത്. അപ്പം വെച്ച് ഞാൻ പരുത്തിയോളാം എന്ന് പറഞ്ഞതാണ്. അപ്പോൾ പിന്നെ മക്കൾ ആഗ്രഹമല്ലേ നടക്കട്ടെ എന്ന് ഞാനും വിചാരിച്ചിട്ടോ. അങ്ങനെ ഇതാ ഓരോ ഉരുള അവനിതാ പ്രസ്സിലിട്ടിട്ടൊന്ന് പരുത്തിയെടുത്ത് തരുന്നുണ്ട്. അങ്ങനെ പത്തിരി പരുത്തലും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് നേരെ താഗ അടിച്ചാരാൻ വേണ്ടിയിട്ട് വന്നതാണ് കേട്ടോ. ആ രാവിലെ നേരത്തെ തന്നെ മൊത്തം ഒന്ന് അറേഞ്ച് ചെയ്ത് വെച്ചാൽ ഒരു സമാധാനമാണ് കേട്ടോ. എന്നാൽ പിന്നെ ബാക്കിയുള്ള പണിയൊക്കെ നോക്കിയാൽ മതി. പെട്ടെന്നൊരു ഗസ്റ്റും കാര്യങ്ങളൊക്കെ വരികയാണെങ്കിൽ അവർ ഡൈനിങ് ആൾക്കാണല്ലോ വരിക. അതുകൊണ്ട് തന്നെ പെട്ടെന്ന് നമുക്ക് പണി കഴിക്കാം കേട്ടോ. കയറി വരുന്ന ആ ഒരു ഏരിയയിൽ നല്ലപോലെ നമ്മൾ വൃത്തിയാക്കി വെച്ചാൽ ഒരു സമാധാനമാണ് കേട്ടോ. അങ്ങനെ അടിച്ചാരലും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് നെയ്നുവിനെ കുളിപ്പിച്ചിട്ട് ഇതാ നേരെ അംഗൻവാടിക്ക് കൊണ്ടുവരാനാണ് കേട്ടോ. കൊണ്ടുവരുമ്പോൾ നല്ല കരച്ചിലാണ് കേട്ടോ. അവിടെ എത്തിക്കഴിഞ്ഞാൽ പിന്നെ പ്രശ്നം ഉണ്ടാവില്ലേ. അങ്ങനെ ഞാൻ അംഗൻവാടിയിലേക്കൊക്കെ ആക്കിയിട്ട് നേരെ വീട്ടിലെത്തിയിട്ടുണ്ട് കേട്ടോ. വീട്ടിലെത്തി കഴിഞ്ഞിട്ട് പച്ചരിക്ക് ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. പച്ചരി ഊറ്റിങ്ങാണ്ട് നല്ല രീതിക്ക് തന്നെ കേകിയെടുത്ത് ഊറ്റിങ്ങാണ്ട് വെക്കുകയാണ് കേട്ടോ. ഈ പച്ചരിയിൽ അത്യാവശ്യം നല്ല പോലെ ചെള്ളും കല്ലും അതേപോലെ ലാസ്റ്റ് അരിയാണ് കേട്ടോ. അതുകൊണ്ട് തന്നെ നല്ല പോലെ വൃത്തിയാക്കിയിട്ടില്ലെങ്കിൽ പിന്നെ നമ്മളെ പത്തിരി നന്നാവില്ല കേട്ടോ. പിന്നെ കല്ല് അടിക്കലും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോൾ കുറേ ഞാൻ തട്ടിലിട്ടിട്ട് കല്ലൊക്കെ ഒഴിവാക്കി. പിന്നെ ഇതുണ്ടല്ലോ ചെള്ള് നിറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. അതിനൊക്കെ ഒഴിവാക്കി ലാസ്റ്റ് നല്ല പോലെ കേകിയെടുത്ത് ഊറ്റിയതിന് ശേഷമാണ് പിന്നെ വെയിലത്തിടുന്നത് കേട്ടോ. അത്യാവശ്യം നല്ല പോലെ വെയിലുണ്ട്. വെയിലത്തിടാൻ തന്നെ ഒരു 11 മണി ആയിട്ടുണ്ട് കേട്ടോ. അതിൽ തന്നെ ടെറസിൻ്റെ മുകളിൽ ഒരു തുണി വിരിച്ചിട്ടുണ്ട് കേട്ടോ. നല്ല തുണി നോക്കിയിട്ട് വിരിച്ചിട്ട് അതിൻ്റെ മുകളിൽ ഇതാ പച്ചരി ഊറ്റിങ്ങാണ്ട് വെച്ചതായിരുന്നു കേട്ടോ. വെള്ളമൊക്കെ ഒന്ന് വാർന്ന് പോകാൻ വേണ്ടിയിട്ട് അങ്ങനെ ഊറ്റിയ ഓരോ പച്ചരിയായിട്ട് ഇങ്ങനെ കൊണ്ടുവന്നിട്ട് ഇതേപോലെ ഒന്ന് പരത്തിയിടുന്നുണ്ട് കേട്ടോ. നല്ലപോലെ വെയിലായതുകൊണ്ട് തന്നെ കാലൊക്കെ പൊള്ളുന്നുണ്ട് കേട്ടോ. പിന്നെ ഞാനിതാ കുറേ ഊറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. ഒരു 10 കിലോ പോലും ഞാൻ എടുത്തിട്ടുണ്ട് കേട്ടോ. അത് ഒന്ന് കേക്ക് വൃത്തിയാക്കിയിട്ട് ഇനിയൊരു തുണി കൂടി വിരിച്ചിട്ട് അതിലും കൂടി ഇടാനുള്ള പച്ചരി കേക്ക് വൃത്തിയാക്കിയിട്ടുണ്ട് കേട്ടോ. ഈ പച്ചരിയിൽ നല്ലപോലെ ചെള്ളും കാര്യങ്ങളൊക്കെ ഉണ്ടായതുകൊണ്ട് ഞാൻ ആദ്യത്തെ തന്നെ എടുത്തിട്ടാണ് കേട്ടോ പൊടിപ്പിക്കുന്നത്. ഇപ്പം കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു കേട്ടോ റേഷൻ കടയിൽ നിന്ന് അരി. അത് ഞാൻ എടുത്തിട്ടില്ല.
അങ്ങനെ ഇതെല്ലാം നല്ല രീതിയിൽ തന്നെ ഒന്ന് പരത്തി കൊടുക്കുന്നുണ്ട് കേട്ടോ. പെട്ടെന്ന് വെയിലട്ടിങ്ങാണ്ട് ഉണങ്ങാൻ വേണ്ടിയിട്ടാണ്. അരിയൊക്കെ വെയിലത്തിട്ട് പണികളൊക്കെ ഏകദേശം ഒതുക്കി കഴിഞ്ഞ് ഒന്ന് കിടന്നുറങ്ങി എണീറ്റപ്പോഴേക്ക് ജ്യൂസ് അടിച്ചിട്ടുണ്ടായിരുന്നു, കക്കരിക്ക. അതൊക്കെ കുടിച്ച് മോളൊന്ന് അങ്കലവാടിയിൽ നിന്ന് കൂട്ടി വന്ന് പിന്നെ മോൻ വന്നപ്പോൾ അവനക്കും ജ്യൂസ് കൊടുത്തു കേട്ടോ. അത് കഴിഞ്ഞതിന് ശേഷം എണ്ണിത്തട്ട ഇവിടെ എടുത്തിട്ടുണ്ടായിരുന്നേ, അതെടുത്തു കേട്ടോ. എനിക്ക് ഏറ്റവും കൂടുതൽ ഉപ്പേരി ചെറുപയറൊക്കെ ഇട്ടുകൊണ്ട് ഇങ്ങനെ എണ്ണിത്തട്ട ഉപ്പേരി വെക്കാൻ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അതുകൊണ്ട് തന്നെ ഉപ്പേരിക്ക് വേണ്ടിയിട്ട് ഇന്ന് എണ്ണിത്തട്ടയാണ് കേട്ടോ രാത്രിക്ക്. അപ്പോൾ ഉച്ചയ്ക്ക് നമുക്ക് കുറച്ച് ചോറുണ്ടായിരുന്നു തലേന്നത്തെ, അത് തിളപ്പിച്ച് ഊറ്റിയത് കൊണ്ട് തന്നെ രാത്രിക്കുള്ള ഫുഡും കാര്യങ്ങളൊക്കെ ഞാൻ ഓൾറെഡി ഇപ്പം നേരാണ് കേട്ടോ ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പോൾ എണ്ണിത്തട്ട് ഇതുപോലെ കൊത്തിങ്ങാണ്ട് ചെറുതാക്കിയിട്ട് അരിയാണ്. അപ്പോൾ ഇപ്രാവശ്യം ഞാൻ തേങ്ങ ഇട്ടിട്ടാണ് വെക്കുന്നത്. ചെറുപയർ കയ്യിലില്ല കേട്ടോ, കഴിഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അതില്ലാത്തതുകൊണ്ട് തേങ്ങ ഇട്ടിട്ട് വെക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. ഇതിലെന്തെങ്കിലുമൊക്കെ ഇട്ടിട്ട് വെക്കുന്നതാണ് കേട്ടോ കൂടുതൽ ടേസ്റ്റും എനിക്ക് കഴിക്കാനും ഇഷ്ടമുള്ളത്. അങ്ങനെ എണ്ണിത്തട്ട മൊത്തം ഒന്ന് അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി നല്ലപോലെ ഒന്ന് കേക്ക് എടുക്കുന്നുണ്ട്. അതിന് ശേഷം ഞാനതൊന്ന് ഉപ്പേരി വെക്കട്ടെ. അപ്പോഴേക്കും നമ്മൾ ചേമ്പത്തുണ്ടായിരുന്നേ, അത് ഞാൻ ഒന്ന് കൂക്കിച്ചെടുത്തിട്ടുണ്ട്. അത് കടുകും കറിവേപ്പിലയൊക്കെ ഇട്ടിട്ട് വെളിച്ചെണ്ണയിൽ ഒന്ന് പൊട്ടിച്ചെടുക്കുകയാണ് കേട്ടോ. വീഡിയോസും കാര്യങ്ങളൊക്കെ നിങ്ങൾ പുതുതായിട്ട് ആരെങ്കിലും കാണുന്നുണ്ടെന്നുണ്ടെങ്കിൽ എൻ്റെ ചാനലിലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. സബ്സ്ക്രൈബ് ചെയ്യുന്ന കൂട്ടത്തിൽ തൊട്ടടുത്ത് വരുന്ന ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്തേക്കുക. അപ്പം ഞാനിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷനൊക്കെ നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ കിട്ടും കേട്ടോ. അങ്ങനെ വെളിച്ചെണ്ണയിൽ കടുക് പൊട്ടിച്ചിട്ട് ഒന്ന് വറവിട്ടെടുത്തിട്ടുണ്ട്. അതേ സെയിം പാനിലാണ് നമ്മൾ ഉപ്പേരിയും കൂടി വെക്കുന്നത് കേട്ടോ. അങ്ങനെ കടുക് പൊട്ടിച്ചിട്ട് കറിവേപ്പിലയും കൂടി ഇട്ടതിന് ശേഷം ഇത് അരിഞ്ഞ് വെച്ചിട്ടുള്ള എണ്ണിത്തട്ടിയും കാര്യങ്ങളൊക്കെ ചേർത്ത് കൊടുക്കുന്നത് കേട്ടോ. ഇതിലേക്ക് ഞാൻ ഒരു അരപ്പും കൂടി റെഡി ആക്കുന്നുണ്ട്, തേങ്ങ ഇട്ടിട്ടുള്ളത്. അതും കൂടി ഞാൻ പറഞ്ഞുതരാം കേട്ടോ. അതിൻ്റെ ഇൻസ്റ്റയിൽ ഞാൻ ഡെയിലി ഷോർട്ടായിട്ടുള്ള റീൽസും കാര്യങ്ങളൊക്കെ അപ്ലോഡ് ചെയ്യാറുണ്ട്. അതിൻ്റെ ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം കേട്ടോ. അപ്പോൾ ആ ഒരു ഇൻസ്റ്റ അക്കൗണ്ടും കൂടി നിങ്ങൾ ഫോളോ ചെയ്തിട്ടുണ്ടോ എന്നുള്ളതൊന്ന് ഉറപ്പാക്കുക കേട്ടോ. അങ്ങനെ തേങ്ങ കുറച്ച് മാത്രമേ എടുത്തിട്ടുള്ളൂ കേട്ടോ. അത് ഞാനൊരു ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഒരു പച്ചമുളകും 2 അല്ലി വെളുത്തുള്ളിയും കൂടി എടുത്തിട്ടുണ്ട് കേട്ടോ. അതും കൂടി ചേർത്തിട്ട് നന്നായിട്ട് തന്നെ ഒന്ന് ജസ്റ്റ് ഒന്ന് ഒതുക്കിയെടുത്താൽ മതി കേട്ടോ. അപ്പോഴേക്കും നമ്മളൊന്ന് അടച്ച് വെച്ചിട്ട് നമ്മൾ എണ്ണിത്തട്ട നല്ല പോലെ വേവിച്ചെടുത്തിട്ടുണ്ടായിരുന്നേ. അതിലേക്ക് ഈ ഒരു അരപ്പും കൂടി ഒന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ ആകുമ്പോൾ തന്നെ നല്ലപോലെ ആയിക്കോളൂ കേട്ടോ. അങ്ങനെ എല്ലാ ഭാഗവും ഒന്ന് മിക്സാക്കി കൊടുത്താൽ മതി. ഉപ്പേരിക്ക് നല്ല ടേസ്റ്റും ഉണ്ടാവും കേട്ടോ. ചെറുപയറിട്ടാണ് വെക്കുന്നതെങ്കിൽ അടിപൊളി ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. അങ്ങനെ കഴിക്കുന്ന ആരെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റിൽ അറിയിക്കേണ്ടേ. സ്ഥിരമായിട്ട് വീഡിയോ ഇടാൻ കുറച്ച് ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടായതുകൊണ്ടാണ് കേട്ടോ ഇടയ്ക്കിടയ്ക്കായിട്ട് ഞാൻ വീഡിയോ ഇടുന്നത്. നിങ്ങൾക്ക് ആർക്കെങ്കിലും സ്ഥിരമായിട്ടാണ് ഞാൻ വീഡിയോ ഇടണമെന്നുണ്ടെങ്കിൽ എന്തായാലും നിങ്ങൾ കമൻറ്റിൽ പറയാം കേട്ടോ. അങ്ങനെ രാത്രിയത്തെ ഫുഡ് കഴിക്കാനുള്ള ഒക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. രാത്രിയത്തെ ഭക്ഷണമൊക്കെ റെഡിയാക്കിയിട്ടുണ്ട്. പിന്നെ മഗ്‌രിബ് ഇശായൊക്കെ നിസ്കരിച്ച് കഴിഞ്ഞിട്ടാണ് കേട്ടോ നമ്മൾ രാത്രിയത്തെ ഫുഡ് കഴിക്കുക. ഈ ഒരു നിസ്കാര കുപ്പായം നെനുക്ക് കസിനാണ് കേട്ടോ അടിച്ചു തന്നത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നുണ്ട്. പുതിയൊരു ഡേറ്റ് കാണാം. അതുവരേക്കും ബൈ, അസ്സലാമു അലൈക്കും.